കേസൊന്നും അല്ലടാ. അച്ഛന്റെയും അപ്പച്ചന്റെയും പിണക്കം തീരാൻ വേണ്ടി ദിവസവും 1 മണിക്കൂർ തലകുത്തനെ നിന്നോളാന്ന് ഞാൻ നേർച്ച നേർന്നിരിക്കുക. എന്നാ നീ ലൈഫ് മുഴുവനും തലകുത്തിക്കേണ്ടി വരും. കണ്ടോ, അപ്പച്ചൻ കൊടുത്ത കല്യാണ പരസ്യം അച്ചടിച്ചു വന്നിട്ടുണ്ട്. കർത്താവേ, സ്ത്രീധനം പ്രശ്നമല്ല, ജാതിയും മതവും പ്രശ്നമല്ല. പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ജോസഫ് ചാക്കോ. കിള്ളിക്കുരിശ് പോസ്റ്റ് ഓഫീസ് മുഴുവൻ മറുപടി കത്തുകൾ കൊണ്ട് നിറയോലോടാ. ഏയ്, അത്രയ്ക്കൊന്നും വരാൻ സാധ്യതയില്ല. ചെറുക്കൻ നീയാണെന്ന് അറിയാവുന്ന ആരും ആലോചനയായിട്ട് മുന്നോട്ട് വരാൻ പോകുന്നില്ല. എനിക്ക് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പമോ? നിനക്ക് കുഴപ്പങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഈ പരസ്യം കണ്ട് പെമ്പിള്ളാരുടെ മാതാപിതാക്കൾ വല്ല കത്തിടുകയും അപ്പച്ചൻ അതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയും ചെയ്താൽ നിന്റെ കാര്യം കട്ടപ്പോക. അപ്പോ അപ്പച്ചന്റെ കയ്യില് ഈ ആലോചനക്കാരുടെ കത്തുകൾ കിട്ടാൻ പാടില്ല അല്ലേ? കണ്ടോ, പത്രത്തിൽ പരസ്യം വന്നിട്ട് 2 ദിവസം പോലും തികഞ്ഞിട്ടില്ല. എന്നിട്ടും ഇത്രയും കത്തുകൾ വരാനുള്ള കാരണം എന്താ? ആൾക്കാര് പത്രം വായിക്കുന്നുണ്ട്. അല്ല, പിന്നെന്താ? പുഞ്ചക്കാട്ട് കുരിശിങ്കൽ ജോസഫ് ചാക്കോ എന്ന പേരിന്റെ വില. എന്റെ തറവാട്ടു മഹിമയെ കുറിച്ച് ഈ നാട്ടുകാർക്കുള്ള വില ഇപ്പൊ മനസ്സിലായല്ലോ. ഓ പിന്നെ കുരിശിങ്കക്കാരുടെ കേമത്വം കൊണ്ടൊന്നും അല്ല. ഈ നാട്ടുകാർക്കറിയാം കുരിശിങ്കിൽ ഔസേപ്പച്ചൻ കെട്ടിയിരിക്കുന്നത് ഇലഞ്ഞിക്കൽ തറവാട്ടിന്നാണെന്ന്. അതിന്റേതായ മഹത്വം അല്ലേ നാണുവേട്ടാ? ഉണ്ടേ, തറവാട്ട് മഹിമ കൊണ്ടൊന്നും വലിയ കാര്യമില്ല കുഞ്ഞന്നാമ്മേ. എന്തായാലും ഔസേപ്പച്ചൻ ഭാഗ്യവാനാ. ഭാര്യയെ പേടിക്കാതെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. എടി, നീ ആ കണ്ണടയും കൂടെ എടുത്തിട്ട് വന്നേ, ഞാൻ ഇതൊക്കെ ഒന്ന് വായിക്കട്ടെ. വേണ്ട പച്ച, ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ വായിച്ചു തുടങ്ങാം. എത്രയും ബഹുമാനപ്പെട്ട ജോസഫ് ചാക്കോ ചേട്ടൻ ബഹുമാനപ്പെട്ട കേട്ടോ മകന് വിവാഹാലോചന ക്ഷണിച്ചുകൊണ്ടുള്ള പത്രപരസ്യം കണ്ടു. അന്തസ്സും ആഭിജാത്യവും വിവേകവുമുള്ള തറവാട്ടിൽ പിറന്ന അങ്ങ്. കേട്ടോടി, അന്തസ്സും ആഭിജാത്യവും വിവേകവും. ഓ, കോൾമേർ കൊള്ളതെനിക്ക്. വായിക്കണ പോലെ. ഓ, തറവാട്ടിൽ പിറന്ന അങ്ങ് ഇങ്ങനെ ഒരു തെണ്ടിത്തരം കാണിക്കേണ്ട കാര്യം എന്താ? അവനവന്റെ ജാതിയിലുള്ള പെൺകുട്ടിയെ കൊണ്ട് മകനെ വിവാഹം കഴിപ്പിക്കുന്നതല്ലേടോ മോനെ നല്ലത് എന്ന് സ്വന്തം കോട്ടയം കുഞ്ഞച്ചൻ. അപ്പച്ച, ഉടുമ്പൻചോല മെത്രാൻ മാർ ക്യൂറിലോസ് സിറ്റിലോസ് കിർലോസ്കർ തിരുമേനിയുടെ കത്ത്. 4 പേരാണോ? അല്ല, ഒരാൾ. ചതിച്ചോ കർത്താവേ? എടീ, മെത്രാൻ എന്നെ അനുമോദിച്ചെഴുതിയ കത്തായിരിക്കും. നമ്മുടെ സമുദായത്തിൽ വേറെ ആരുണ്ടടി ഇത്രയും ചങ്കുറ്റം കാണിച്ചിട്ടുള്ളത്? നീ വായിക്കടാ. പ്രിയപ്പെട്ട കുഞ്ഞാടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സത്യനായകനും മുക്തിദായകനും പുൽത്തൊഴുത്തിൻ പ്ലകവുമായ സ്നേഹഗായകൻ. പാട്ടാണോ? അല്ല, കത്ത. യേശുനാഥൻ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരട്ടെ. ശാന്തി തേടിയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത പാപികളെ നമ്മുടെ കൂടെ ചേർക്കുന്നത് മഹാപാപമല്ലേ കുഞ്ഞെ? പള്ളിക്കും രൂപതയ്ക്കും എന്തിന് കത്തോലിക്ക സമുദായത്തിന് തന്നെ നീ ഒരു പാരയായി? പാരയോ? ഈ മെത്രാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളല്ലല്ലോ, ഒരു തറ ലൈൻ. അയ്യോ, എനിക്ക് തെറ്റിയതാ. പാരയായിന്നല്ല, ഭാരമായി. ഓ, വിദ്യാഭ്യാസമുള്ള ആളാ. അപ്പച്ചാ, വേറൊരു കത്ത് ക്രിസ്ത്യൻ യുവജന സംഘം സെക്രട്ടറിയുടേതാ. അതെന്താണെന്ന് നോക്കടാ. ചെറുപ്പക്കാർ എന്റെ കൂടെ ആയിരിക്കും. അയ്യോ, ഇത് അമ്മാവൻ വായിച്ചു കൊടുക്കും. എടാ പട്ടി, സ്വന്തം സമുദായത്തെ അന്യ സമുദായക്കാരുടെ മുമ്പിൽ നാണം കെടുത്താൻ തനിക്ക് എങ്ങനെ തോന്നിയടോ? സ്വത്തും പണവും ഉണ്ടെന്ന് കരുതി എന്ത് പോക്കൃത്തരവും കാണിക്കാമെന്നാണോ? മിശ്രവിവാഹത്തിലൂടെ മതേതരത്വം കൈവരിക്കാമെന്ന് കരുതുന്ന പമ്പര വിട്ടി ക്രിസ്ത്യൻ സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ കല്യാണ പന്തലിൽ ചോരപ്പുഴ ഒഴുകും. ജാഗ്രത. ഇറ്റലിയിൽ നിന്ന് ഒരു കത്തുണ്ട്, മാർപ്പാപ്പ അയച്ചാണെന്ന് തോന്നുന്നു. അയ്യോ വേണ്ട എന്റെ പൊന്നുമോനെ, ഇനി വായിക്കണ്ട. എന്റെ ശരീരം തളർന്നു പോകുന്നു. മതി. അമ്മച്ചയ്ക്ക് പ്രഷർ കൂടി വല്ലതും സംഭവിച്ചാ പിന്നെ. എന്തായാലും എന്റെ വിവാഹത്തോടെ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഈ മിശ്ര വിവാഹം എന്നൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇത് വലിയ പ്രോബ്ലമാണ്. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ സകല മൂരാച്ചികളും കൂടെ എതിർത്താ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അപ്പച്ച, ഇങ്ങനെ എതിർപ്പുകളുടെ മുന്നിൽ അപ്പച്ചൻ പതറരുത്. അപ്പച്ചന്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കൊരു ഇന്റർകാസ്റ്റ് മാരേജ് ഒത്തുവരും. ഇല്ല, എനിക്ക് വിശ്വാസമില്ലടാ. കർത്താവേ, ഇതെന്റെ മരണത്തിലേ തീരൂ. ഇങ്ങനെ അധൈര്യപ്പെട്ടാലോ? സമൂഹത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു തീരുമാനമാണ് താൻ എടുത്തിരിക്കുന്നത്. തന്നോടൊപ്പം ഞാനുണ്ട്. ഇവന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ധൈര്യമായിട്ട് പൊക്കോ. കുഴപ്പാവോ? ഒരു കുഴപ്പമില്ല. എന്റെ അപ്പച്ച എന്നെ പോലെ തന്നെയാ, വെറും പാവം.
ഗുഡ് മോർണിംഗ് സർ. എന്താ എന്താ വേണ്ടത്? അയ്യോ പേടിക്കണ്ട സാർ, ഞാനിവിടെ സ്റ്റെനോഗ്രാഫർ ജോലി അന്വേഷിച്ചു വന്നതാ. ഓ അത്രേ ഉള്ളൂ. അതിനാണോ ഈ പകൽക്കൊള്ളക്കാരെ പോലെ മുഖംമൂടിയൊക്കെ ഇട്ട് നടക്കണത്? ഇത് മുഖംമൂടിയല്ല സാർ, പർദ്ദയാണ്. ഇതൊക്കെ ഇടുന്നവരിപ്പോഴും ഉണ്ടോ? നിക്കാഹിന് മുൻപ് എന്റെ മുഖം ബന്ധുക്കളല്ലാതെ ആരും കാണാൻ പാടില്ലെന്നാ മൗലവി സുന്ന സാഹിബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ബാപ്പയും ഉമ്മയും വളരെ യാഥാസ്ഥിതികരാ. എല്ലാ ഇസ്ലാം നിയമങ്ങളും അനുസരിക്കുന്ന ഒരാക്കെ എന്നെ നിക്കാഹ് കഴിച്ചു കൊടുക്കൂ. പക്ഷെ എനിക്കങ്ങനെയൊന്നുമില്ല. മതം ഏതായാലും മനുഷ്യൻ നന്നായ പോരെ. അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് മതമൊക്കെ ആര് നോക്കുന്നു? പിന്നല്ലാതെ. തൊമ്മിക്കുഞ്ഞിന് പറ്റിയ പെണ്ണ് ഇവള് തന്നെ. കുട്ടിയെ ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അത് ശരി. അപ്പൊ പ്രേമേന്ദ്രനെ നിനക്ക് ഇഷ്ടമല്ല. എന്താ കാര്യം? മറ്റൊന്നും കൊണ്ടല്ല, പ്രേമേട്ടനെ ഒരിക്കലും ഞാൻ ആ രീതി കണ്ടിട്ടില്ല. അച്ഛനോട് ഇതെങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്കുക? വളരെ വളരെ പ്രയാസമായിരിക്കും. എപ്പോഴും മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യമായി നടക്കുന്ന അയാളോട് സംസാരിക്കാൻ തന്നെ എല്ലാവർക്കും ഒരു ഭയമാണ്. വെറുതെ അല്ല നാട്ടുകാര് കടുവാകൃഷ്ണൻ എന്ന് അയാൾക്ക് പേരിട്ടിരിക്കുന്നു. ഉണ്ണിയേട്ടനെ തൊമ്മിച്ചേനെയും കണ്ട് ഈ വിവരങ്ങളൊന്ന് പറയാന്ന് വെച്ചാ അപ്പച്ചന്റെ വീടിന്റെ പടി പോലും കയറാൻ പാടില്ലെന്നല്ല ഉത്തരവ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, മോള് മനസ്സിൽ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. എങ്ങനൊന്നുമില്ല. അപ്പൊ ഞാൻ കേട്ടതിലും അല്പസ്വല്പം നേരൊക്കെ ഉണ്ട്. അയ്യോ, അത് ആൾക്കാർ എന്നെയും അശോകേട്ടനെയും ചേർത്ത്. അതിന് അശോകന്റെ പേര് ആര് പറഞ്ഞു? അത് അമ്മാവ. പെൺപിള്ളേരെല്ലാം ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം തീരുമാനിച്ച വിവാഹ ദല്ലാളന്മാരുടെ വയറ്റത്തടിക്കുന്ന ഏർപ്പാടാണല്ലോ ഈശ്വരായത്. മോള് വിഷമിക്കണ്ട, ഞാൻ തൊമ്മിച്ചനോടും ഉണ്ണിയോടും ഇന്ന് എന്നെ വിവരം പറയാം. പോരെ? എങ്ങനുണ്ട്? കൊള്ളാം കൊള്ളാം. തനിക്ക് എവിടുന്ന് കിട്ടിയതൊക്കെ? ഞാൻ ജാതിമാറിയെ കെട്ടിക്കൂന്ന് പറഞ്ഞപ്പോ താൻ എന്നാ വിചാരിച്ച് ഏത് കൊരങ്ങായാലും മതിയെന്നോ? എടോ, സൗന്ദര്യവും വിദ്യാഭ്യാസവും അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണായിരിക്കണം ഈ വീട്ടിൽ വന്ന് കയറേണ്ടത്. എന്നാൽ നമുക്കിനി മറ്റു മാധ്യമങ്ങളുടെ ഒരു പരസ്യം കൊടുത്താലോ? TV, റേഡിയോ, സിനിമ. ഒരെനിമയും വേണ്ട. പരസ്യം ഒന്നൊക്കെ മതി. ഇപ്പൊ തന്നെ നാട്ടിൽ തലനിവർത്തി നടക്കാൻ പറ്റാതായി. എടോ നവനേരെ, ഓ, നമ്മുടെ ആഫീസിൽ പുതുതായിട്ട് വന്ന പെൺകുട്ടിയെ താൻ കണ്ടോ? എന്റെ ആഫീസ് അല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കാണാനാ? എന്താ ഒന്ന് കാണണം. ശബ്ദം കേട്ടിട്ട് നല്ല കുട്ടിയാ. പാട്ടുകാരിയാണ്. അല്ലടോ, പച്ചാളത്തുകാരിയാ. അത് ശരി. പക്ഷെ എന്താ ബുദ്ധി തന്നെയുമല്ല. ഈ ജാതിയിലും മതത്തിലും ഒന്നും അവക്ക് ഒരു വിശ്വാസമില്ല. ഒന്ന് കണ്ടെങ്കിൽ നമ്മുടെ തൊമ്മിക്കുഞ്ഞിനെ അങ്ങ് ഉറപ്പിക്കായിരുന്നു. അപ്പൊ താനുള്ള കണ്ടില്ലേ? വിരല് മാത്രം. ബാക്കിയൊന്നുമില്ലേ? മുഴുവനും ഉണ്ടോ? ആ. അത് കാണാൻ സമ്മതിക്കണ്ടേ? ഞാൻ കാണാൻ വേണ്ടി സകല അടവുകളും പയറ്റി നോക്കി. നിങ്ങൾക്ക് ഈ വയസ്സായിട്ട് എന്തോന്നിന്റെ അസുഖ മനുഷ്യനെ? അതല്ലടി, അതിനാ മുഖമൊന്നും കാണണ്ടേ? മുഖം മൂടി ഇട്ടോണ്ടല്ലേ വരണത്. അയ്യോ, കൊള്ളക്കാരിയാണോ? അയ്യോ എന്റെ കർത്താവേ, അല്ലെങ്കിലേ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. ഇനി വല്ല ഭീകരരും. ഭീകരനും കീകരനുമല്ല. ഈ അറബികളും പട്ടാണികളും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമില്ലേ? ഓ, പട്ട പട്ട. പട്ടയല്ലോ, പർദ പർദ. ഓ, പർദ. മുസ്ലിമാണല്ലേ? അങ്ങനെയാണെ തൊമ്മിച്ചനെ പൊന്നാനി കൊണ്ടുവേണ്ടി വരുമല്ലോ. പൊന്നാനിയിലാണോ കൊച്ചന്റെ വീട്? അതല്ലടി, ഇത് അവരുടെ ഒരു ചടങ്ങാ. ചടങ്ങോ? അതായത് ഈ പൊന്നാനി കൊണ്ടുപോയിട്ട് ഉണ്ടായിടൂ. ആ പെങ്കൊച്ചിന്റെ മുഖമൊന്ന് കാണാനുള്ള വഴി എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. പൊക്കി നോക്കിയാ പോരെ? അത് മര്യാദകളല്ലേ? എന്നാ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു നോക്കണം. അവള് താനേ പൊക്കും. അത് ഞാൻ നോക്കി, പക്ഷെ ചീറ്റിപ്പോയി. അയ്യോ, ഇനിയിപ്പോ എന്താണ് ഒരു വഴി? താൻ അവളോട് എന്തെങ്കിലും പറഞ്ഞ് നൈസായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. എന്നിട്ട് താൻ കുഞ്ഞന്നാമ്മ ഇവിടെ ഇല്ലേടോ. പെണ്ണുങ്ങൾ തമ്മിലാവുമ്പം പർദ പൊക്കി നോക്കുന്നതിന് എന്താ പ്രശ്നം? അതുള്ളതാ. അപ്പൊ നാളെ തന്നെ ഞാൻ അവളോട് പർദയോടുകൂടി ഇങ്ങോട്ട് വരാൻ പറയാം. ഈ പറഞ്ഞതാണ് അതിന്റെ ശരി. കുഞ്ഞന്നാമ്മ ഇപ്പൊ മനസ്സിലായാലും അവസരപ്പച്ചൻ വേറും ഒരു മണ്ടനല്ലെന്ന്.